Hello everyone, I'm Meera and welcome to my channel Simply English by Meera. ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് All Palaces Are Temporary Palaces by Rosebud Ben Oni. സോ ഈ എൻറ്റയർ പോയം ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ ക്വസ്റ്റൻ ആൻസർ ഫോമാറ്റിലാണ്. സോ നമുക്ക് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. So first question, who is a poet? Poet Rosebud Ben Oni ആണ്. She is Latina Jewish American poet ആണ്. Second question, what is the meaning of the title of the poem? All palaces are temporary palaces എന്നുള്ളതാണ് ടൈറ്റിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് എല്ലാ കൊട്ടാരങ്ങളും വെറും താൽക്കാലികം മാത്രമാണ് എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ ക്രിയേഷൻസ് എന്തൊക്കെ നമ്മൾ ഗ്രാൻഡായിട്ട് ഉണ്ടാക്കിയാലും അത് ഇവൻച്വലി ഫൈനലി അതൊക്കെ ഫെയ്ഡായി പോവും എന്നാണ് പറയുന്നത്. ഒരു കൊട്ടാരം, ഒരു പാലസ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പ്രോസ്പെറിറ്റി, സമൃദ്ധി, അല്ലെങ്കിൽ പാരമ്പര്യം, അല്ലെങ്കിൽ വെൽത്ത്, ഇതിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ എത്രയൊക്കെ തന്നെയാണെങ്കിലും ഇതിന് എല്ലാം ഒരു ടെമ്പററി അവസ്ഥയാണുള്ളത്. ഇതൊരിക്കലും പെർമനൻ്റ് അല്ല എന്നാണ് പോയറ്റ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ടൈറ്റിൽ കൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഈ പോയം എന്തിനെ പറ്റിയാണ്? ഈ പോയം അബൌട്ട് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ ക്രിയേഷൻസ്, അതായത് വളരെ ക്ഷണികമായ ഒരു അവസ്ഥയാണ് ഹ്യൂമൻ ക്രിയേഷൻസിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഒരു ഇൻപെർമനൻ്റ് അല്ലെങ്കിൽ വെറും ടെമ്പററി ആയിട്ടുള്ള ഈ വേൾഡിൽ നമ്മൾ ഒരു സ്ഥിരത അന്വേഷിക്കുന്നു. അതൊരിക്കലും നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ ആ സ്ഥിരത അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ഹ്യൂമൻ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ടായാലും അതെല്ലാം ടെമ്പററി ആണ് എന്നാണ് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് എ സ്പീക്കർ ഓഫ് ദ പോയം? ഈ പോയത്തിൻ്റെ സ്പീക്കർ ഒരു അഡൽട്ട് വോയിസ് ആണ്. ചിലപ്പോൾ അത് പോയറ്റ് തന്നെ ആയിരിക്കാം. അവരാരോടാണ് സംസാരിക്കുന്നത്? 6 വയസ്സ് മാത്രം പ്രായമായ തൻ്റെ നീസിനോട്. നീസ് എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ മകളിനോടാണ് സംസാരിക്കുന്നത്. ഇവിടെ സ്പീക്കർ ഒരു ഗൈഡ് പോലെയാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടോൺ ഓഫ് ദ പോയം? ഈ പോയം പ്രോഗ്രസ് ചെയ്യുന്നത് ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിലാണ്, അല്ലെങ്കിൽ ഒരു സംഭാഷണ രീതിയിലാണ് പോയം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ടോൺ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവാണ്, അതായത് ചിന്താമഗ്നമായ ഒരു ടോണാണ്. മെലൻകോളിക് ആണ്, അതായത് വിഷാദമുണ്ട്. ആൻഡ് എ ടോൺ ഓഫ് വണ്ടർ, ആശ്ചര്യവും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ നീസ് മുതൽ സ്പെൻ ടു കോമറ്റ് വരെയുള്ള വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണുന്നത് സ്പീക്കറിൻ്റെ നീസ് ഒരു ദിവസം വിളിക്കുകയാണ് വിത്ത് എ ലോട്ട് ഓഫ് ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ജിജ്ഞാസയോടുകൂടി ആ കുട്ടി ചോദിക്കുന്നത് ആസ്ട്രോയിഡ് മൈനിങ്ങിനെ പറ്റിയാണ്. എന്താണ് ആസ്ട്രോയിഡ് മൈനിങ്? ആസ്ട്രോയിഡ് അഥവാ സ്പേസ് റോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ആസ്ട്രോയിഡ് മൈനിങ് എന്ന് പറയുന്നത്. വെറും 6 വയസ്സായ ആ കുട്ടിയുടെ ഒരു വറി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനെ പറ്റിയിട്ടാണ്. സോ ദ സ്പീക്കർ ഡിസൈഡ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് നീസിനോട് ഒന്ന് സംസാരിക്കാൻ സ്പീക്കർ തീരുമാനിക്കുകയാണ്. ദ ലിറ്റിൽ ഗേൾ ആസ്ക് വെദർ ദർ ഇസ് ഗോൾഡ്, പ്ലാറ്റിനം ആൻഡ് സിൽവർ ഇൻ ദ സ്പെൻറ്റ് കോമറ്റ്. പ്ലാറ്റിനവും ഗോൾഡും സിൽവറൊക്കെ ഈ കോമറ്റിലുണ്ട് എന്ന് ആ കുട്ടി കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമാണോ എന്ന് സ്പീക്കറിൻ്റെ അടുത്ത് ആ കുട്ടി അന്വേഷിക്കുകയാണ്. വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പീക്കർ നീസിന് ഉത്തരം കൊടുക്കുന്നതാണ്. സ്പീക്കർ പറയുന്നത് ഇതാണ്: മനുഷ്യന്മാർ ചെന്നെത്താത്ത മേഖലകളോ അല്ലെങ്കിൽ മനുഷ്യന്മാർ പരീക്ഷിക്കാത്ത മേഖലകളോ ഇല്ല. ഈവൻ മാരേജ് അല്ലെങ്കിൽ വെഡ്ഡിങ് വരെ അണ്ടർ വാട്ടറിൽ നടക്കുന്ന ഒരു കാലമാണ്. വളരെ എക്സ്ട്രാവഗൻ്റ് അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെഡ്ഡിങ് നടത്തുമ്പോഴും അതിൻ്റെ ശരിയായ അതിൻ്റെ കോർ വാല്യൂ അല്ലെങ്കിൽ കണക്ഷൻ, ലവ് എന്നൊക്കെ പറയുന്നതാണല്ലോ മാരേജിൻ്റെ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത്. അതിനെല്ലാം മറന്നുകൊണ്ട് ഈവൻറ്റിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന ഒരു തരം ഡെവലപ്മെൻറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ഡാമേജ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് അവരിവിടെ പറയുന്നത് ഡ്രൈവിംഗ് ദി കാർസ് ഓൺ കോറൽ റീഫ്, അതായത് വളരെ വെൽത്തി ആയിട്ടുള്ള ആളുകൾ അവരുടെ കാറ് ഡ്രൈവ് ചെയ്യുന്നത് എവിടെയാണ്? കോറൽ റീഫ്സിലാണ്. കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ എ സ്ട്രക്ചർ ഫോംഡ് ബൈ ദ ഡെപ്പോസിറ്റ് ഓഫ് മെറൈൻ ആനിമൽസ്. മെറൈൻ ആനിമൽസിൻ്റെ ഡെപ്പോസിറ്റാണത്. അത് എക്കോസിസ്റ്റത്തിന് വളരെയധികം വേണ്ടപ്പെട്ടതാണ്. അതിൽ കൂടെ ഡ്രൈവിംഗ് ചെയ്ത് വിനോദം കണ്ടെത്തുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യരാശി ഉള്ള സമയത്ത് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ കണക്ഷൻസിനോ ലവിനോ ഒന്നിനും ഇമ്പോർട്ടൻസ് ഇല്ല. അടുത്ത വരികളിൽ സ്പീക്കർ തൻ്റെ സംഭാഷണം തുടരുകയാണ്. സ്പീക്കർ പറയുന്നത് ഇതാണ്: ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഇൻവെൻഷൻസ് എത്ര പെട്ടെന്നാണ് നടക്കുന്നത്. അതായത് വളരെ അൺനോൺ ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾക്ക് എക്സ്പ്ലോറേഷൻ നടത്താനായിട്ടുള്ള ടെക്നോളജി വളരെ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് പോയിട്ട് പറയുന്നത് 2015 സയൻറ്റിസ്റ്റുകൾ ഡിസ്കവർ ചെയ്ത പെൻറ്റാക്വാർക്കിനെ പറ്റിയാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ് പെൻറ്റാക്വാർക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് പെൻറ്റാക്വാർക്ക്.
പെൻറ്റാക്വാക്ക് ആൻഡ് ആൻറ്റി ക്വാക്ക്. ഇവിടെ പെൻറ്റാക്വാക്കിനെ കുറിച്ചും ആൻറ്റി ക്വാക്കിനെ കുറിച്ചും കവി മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതെന്താണെന്ന് നോക്കാം. ക്വാർക്ക് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. പെൻറ്റാക്വാർക്ക് എന്ന് പറഞ്ഞാൽ പെൻറ്റ എന്ന് പറഞ്ഞാൽ 5 എന്നാണല്ലോ അർത്ഥം. സോ പെൻറ്റാക്വാർക്കിൽ 4 ക്വാർക്സും ഒരു ആൻറ്റി ക്വാർക്കുമാണുള്ളത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ആൻറ്റി ക്വാർക്ക് എന്ന് പറഞ്ഞാൽ സെയിം സ്പിന്നും മാസൊക്കെ തന്നെയാണ് ക്വാർക്കിൻ്റെ, പക്ഷേ ഓപ്പോസിറ്റ് ചാർജ് ആൻഡ് കളറാണ് ഉള്ളത്. സോ ഒരു ക്വാർക്കും ആൻറ്റി ക്വാർക്കും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ അവരവരുടെ മാസ് കൺവേർട്ട് ചെയ്ത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫോഴ്സിലേക്ക് മാറ്റിവിടുന്നതാണ്. അടുത്ത വരികളിൽ പോയിട്ട് പറയുന്നത് പെൻറ്റാക്വാർക്കിൻ്റെ നേച്ചറാണ്. അതായത് നമുക്കറിയാം 4 ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും അടങ്ങുന്നതാണ് പെൻറ്റാക്വാർക്ക്. ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് അതിനൊരു ബ്യൂട്ടിഫുൾ റിസൾട്ട് ഉണ്ടാവുന്നത്, അത് ബാലൻസ് ചെയ്യുന്നത് കൊണ്ട്. അതേപോലെ തന്നെയാണ് ലൈഫിലും. എന്തെങ്കിലും ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അത് ലൈഫിലാണെങ്കിലും സയൻസിലാണെങ്കിലും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് എന്തായാലും അതിന് വേണം എന്നാണ് പോയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അടുത്ത വരികളിൽ പോയിട്ട് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ് ഓൺ ദ ചേസ്. എപ്പോഴും എന്തിനൊക്കെയോ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. അത് അടുത്ത അച്ചീവ്മെൻറ്റിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത സക്സസ്സിന് വേണ്ടിയായിരിക്കാം. പക്ഷേ എന്തൊക്കെ പ്രോസസ്സ് ചെയ്താലും ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്തൊരു മനോഭാവമാണ്. ഇറ്റ്സ് നെവർ ഇനഫ്. എന്തൊക്കെ ലഭിച്ചാലും ഒന്നും പോരാ എന്നുള്ളൊരു മനോഭാവമാണ്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നാളെ നടക്കണം എന്നൊരു ഷുവറിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചാൻസ് ഷ്രിങ്കിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ഔട്ട്കം ലഭിച്ചു എന്ന് വരില്ല, എങ്കിൽ പോലും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സ്പീക്കർ ആ കുട്ടീനെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുട്ടി തിരഞ്ഞെടുത്ത ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഓൾറെഡി മേഘങ്ങളാൽ മൂടപ്പെട്ട ഒരു സ്കൈ ആണ് അന്നുണ്ടായിരുന്നത്. ആൻഡ് സ്പ്രിംഗ് സീസൺ ആണെങ്കിൽ പോലും വളരെയധികം ക്ലൗഡി ആയിട്ടുള്ള ഒരു സ്കൈ. ആൻഡ് സ്കൈ വളരെ കാം ആൻഡ് ഇമോഷൻലെസ് ആയിട്ട്, ഇംപാസിവിറ്റി എന്നാണ് അതിനെ പറയുന്നത്, വളരെ ഇമോഷൻ ഇല്ലാതെയും വളരെ കാമായിട്ട് നിൽക്കുന്ന ഒരു സ്കൈ ആണ് അന്നുള്ളത്. അതായത് ഒരു തരം മെലൻകളി അല്ലെങ്കിൽ ഒരു വിഷാദത്തിനെയാണ് അത് കാണിക്കുന്നത്. അടുത്ത വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 6 വയസ്സായ കുട്ടി ചോദിക്കുന്ന വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ബട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ ആർ വി ഹിയർ? നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്പീക്കറിന് ആ കുട്ടിയുടെ ആങ്സൈറ്റി ലെവൽ മനസ്സിലാക്കാമായിരുന്നു. വല്ലാത്തൊരു ഷോക്കിംഗ് ഒരു ആങ്സൈറ്റി ആയിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ലൈഫിൽ വളരെയധികം അൺസർട്ടനിറ്റി കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റി. അതായത് പെട്ടെന്ന് ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ടെമ്പിൾ കത്തി അമരുന്നത് കാണുമ്പോഴുള്ള ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി പോലെയാണ് സ്പീക്കറിന് ഇവിടെ അനുഭവപ്പെട്ടത്. അടുത്ത വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ചെറിയ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ വൈ ആർ വി ഹിയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ട് ചിന്തിച്ച് നിൽക്കുന്ന ഒരു സ്പീക്കറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വസിക്കുന്ന ശബ്ദം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാമായിരുന്നു. ഇത്തരം ലൈഫിനെ കുറിച്ചുള്ള പല കോംപ്ലക്സിറ്റീസ് ആൻഡ് മിസ്റ്ററീസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീക്കറിന് തൻ്റെ ട്രെയിൻ മിസ്സാവുകയാണ്. അവർ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വൈൻഡിങ് സ്റ്റെയർ കേസ്, അതായത് വളഞ്ഞു പൊളഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ് അവർ ഇരിക്കുന്നത്. ആ സ്റ്റെയർ കേസ് സിഗ്നിഫൈ ചെയ്യുന്നത് ഈ ലൈഫിലെ മിസ്റ്ററിനെയും കോംപ്ലക്സിറ്റിനെയും തന്നെയാണ്. അവർ ആ ചിന്തിച്ച് ഇരിക്കുമ്പോൾ അവർക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഉയരുകയാണ്. അടുത്ത വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് മൂഡാണ്. അതായത് കവി പെട്ടെന്ന് ഓർക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനും അവർ ആദ്യമായിട്ട് ആ റെയിൽവേ ട്രാക്ക് കണ്ട ദിവസവും അതുവഴി വീട്ടിലേക്ക് പോയ ആ ദിവസമൊക്കെ ആലോചിക്കുകയാണ്. സോ ഇവിടെ കമ്മിങ് ഹോം എന്ന് പറയുന്നത് വേറൊരു അർത്ഥം കൂടിയാണ് വരുന്നത്. അതായത് നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ട്രൂ സെൽഫിലേക്ക് മടങ്ങുന്നതിനെ കമ്മിങ് ഹോം എന്ന് കവി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഈ കമ്മിങ് ഹോമിന് നമുക്ക് വേണ്ടത് നമ്മുടെ സൊസൈറ്റി നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓവർത്രോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരിയായിട്ടുള്ള വീട്ടിലേക്ക് മടങ്ങാൻ, അതായത് ശരിയായിട്ടുള്ള ട്രൂ ഐഡൻറ്റിറ്റിയിലേക്ക് മടങ്ങാൻ സാധിക്കുള്ളൂ എന്നിങ്ങനെ കവി ചിന്തിക്കുകയാണ്. വരികളിൽ നമുക്ക് കാണാം സ്പീക്കർ എൻവിഷൻ ചെയ്യുന്നത്, അതായത് വിഭാവനം ചെയ്യുകയാണ് ഒരു ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷനും എൻവയോൺമെൻറ്റൽ ഡാമേജും ഒന്നുമില്ലാത്ത ഒരു എക്സിസ്റ്റൻസ് സ്പേസിൽ ആൻഡ് വേൾഡിൽ അങ്ങനെ വിഭാവനം ചെയ്യുകയാണ്. അതിനവരൊരു ഉദാഹരണമായിട്ട് പറയുന്നത് പ്രോസസ് ലൈക്ക് ഫ്രാക്കിംഗ് ആണ്. വാട്ട് ഈസ് ഫ്രാക്കിംഗ്? മെത്തേഡ് യൂസ് ടു എക്സ്ട്രാക്ട് നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഓയിൽ ബൈ ഇൻജെക്ടിങ് ഹൈ പ്രഷർ മിക്സ്ചർ ഓഫ് വാട്ടർ, സാൻഡ് ആൻഡ് കെമിക്കൽസ് ഇൻ ടു റോക്ക് ഫോർമേഷൻ. ഇത്തരം പ്രവൃത്തികൾ പലപ്പോഴും എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സിനെ കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത വരികളിൽ
സ്പീക്കർ മെൻഷൻ ചെയ്യുന്നത് ഡ്രീംസിനെ പറ്റിയാണ്. ഡ്രീംസ് എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റ് ഇല്ലാത്ത ഒന്നാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിനവർ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത് ഇൻഎലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. എന്താണ് ഇൻഎലാസ്റ്റിക് സ്കാറ്ററിംഗ്? ആ ഒരു പ്രോസസ്സ് വഴിയാണ് ക്വാക്സ് എന്നുള്ളൊരു സബറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ഫസ്റ്റ് എവിഡൻസ് കിട്ടിയത്. അത് പറഞ്ഞുകൊണ്ട് അവർ പതുക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണ്. അതായത് സൈലൻസ് ചെയ്യപ്പെടാത്ത സംസാരങ്ങളും സംഭാഷണങ്ങളും വളരെയധികം അനിവാര്യമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സ്പീക്കർ തൻ്റെ നീസിനെ ഓർമ്മിപ്പിക്കുകയാണ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് അവരിവിടെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത വരികളിൽ കവി ചാം ആൻഡ് സ്ട്രേഞ്ച് എന്നുള്ള 2 ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ടേം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടേമാണ്. അത് ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ക്വാക്ക്, അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് +1 ആൻഡ് -1. അതായത് ഒരെണ്ണം പ്ലസ് ആണെങ്കിൽ ഒരെണ്ണം മൈനസ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ ഇവിടെ അവർ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഇങ്ങനെ തന്നെയായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ വ്യൂ പോയിന്റുകളുമാണ്. സോ വ്യത്യസ്തമായ 2 എലിമെൻറ്റ്സ് കൂടി വരുമ്പോഴാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നത്. അത് സയൻസിലാണെങ്കിലും ശരി, കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. വാട്ട് ഈസ് എ ടോൺ ഓഫ് ദ പോയം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് കണ്ടംപ്ലേഷൻ, മെലൻകളി ആൻഡ് വണ്ടർ. സോ എന്താണ് ഈ പോയത്തിൻ്റെ 4 കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, അതായത് ഒന്നും ടെമ്പററി അല്ല, എല്ലാ ഹ്യൂമൻ ക്രിയേഷൻസും പെർമനൻ്റ് അല്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. സെക്കൻഡ് പോയിൻ്റായിട്ട് വരുന്നത് ഒരു കുട്ടിയുടെ വണ്ടർ അല്ലെങ്കിൽ ആശ്ചര്യം, അതായത് ഈ ലോകത്തിനെ മുഴുവൻ ചോദ്യം ചെയ്യാനുള്ള അവരുടെ ഒരു ജിജ്ഞാസയും സ്പേസിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെയാണ് ഒരു 2ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. 3ാമത്തെ പോയിന്റിൽ കവി പറയുന്നത് നമ്മൾ മെറ്റീരിയൽ സക്സസിനേക്കാളും കൂടുതലായിട്ട് സ്വന്തം എക്സ്പീരിയൻസുകളും പ്രസൻറ്റ് മൊമെൻറ്റുകളെയൊക്കെ ചെറിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. 4ാമതായിട്ട് ഇതിലൊരു അണ്ടർലൈൻ തീം ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷ, നമ്മുടെ ഭാവിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു അണ്ടർ ടോണും ഇതിൽ ഉണ്ട്. സോ ഇത്രയുമാണ് ഈ പോയത്തിൻ്റെ ഒരു ഓവറോൾ സമ്മറി അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.